This is a good question. 20. How many of you take first statement as wrong? Rise in interest rate, what will happen? Investors will come to our country to deposit their money. അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഡോളർ കൂടുവോ കുറയോ? കുറയോ? ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരില്ലേ? റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി, which means investors will get more, your deposit will get more interest than past. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുമോ? ചെയ്യും. ഓക്കെ, അപ്പോൾ യുവർ ഡിമാൻഡ് ഫോർ അതർ കറൻസീസ് വിൽ ബി ലെസ്. യു ആർ ട്രൈങ് ടു ഡെപ്പോസിറ്റ് യുവർ മണി, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോറിനേഴ്സ് വിൽ ഓൾസോ കം ടു അവർ കൺട്രി ആൻഡ് ദേ വിൽ ഓൾസോ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ്. സോ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡോളറിൻ്റെ അളവ് കുറയുമോ കൂടുമോ? ഇറ്റ് വിൽ ഇൻക്രീസ്. സോ ഡോളർ കൂടുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? രൂപയുടെ മൂല്യം കൂടും. സോ ദിസ് ഈസ് കോൾഡ് അപ്രിസിയേഷൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, അപ്രിസിയേഷൻ. എന്തുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ ഉണ്ടാവുന്നത്? നമ്മുടെ ഇമ്പോർട്ട് കൂടുന്നു. സോ വി നീഡ് വാട്ട്? ഡോളർ. അപ്പോൾ നമ്മളിപ്പോൾ ഡോളർ വെച്ചിട്ട് നമ്മൾ പറയുന്നോളന്നേ ഉള്ളൂ, ഡോളർ വേണമെന്ന് കൂട്ടിക്കൊള്ളാം. വി നീഡ് മോർ ഡോളർ. അപ്പോൾ എന്ത് സംഭവിക്കും? ബട്ട് നമ്മുടെ രാജ്യത്ത് എന്തില്ല? ഡോളർ ഇല്ല. സോ അപ്പോൾ ആ സമയത്ത് ഇപ്പം നിങ്ങൾ ഈ കുട്ടി ആ കുട്ടി ഇരിക്കണം. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് വേണം? ഡോളർ വേണം. ഓക്കെ, എൻ്റെ കയ്യിൽ $1 ഉള്ളൂ, രണ്ടുപേർക്ക് കൂടി കൊടുക്കാനില്ല. ഈ കുട്ടി എനിക്ക് 70 രൂപ തരാമെന്ന് പറഞ്ഞു, ആ കുട്ടി 80 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ ആർക്ക് കൊടുക്കും? 80 രൂപ. അപ്പോൾ എന്ത് ചെയ്തു? രൂപയുടെ മൂല്യം കുറഞ്ഞു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. മനസ്സിലായോ? ഓക്കെ, ഇനിയും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. അപ്പോൾ ഇവരെല്ലാവരും ഫോറിനേഴ്സാണ്. ഓക്കെ, ഇവരെല്ലാവരും ഇന്ത്യയിലോട്ട് വന്നു, ഡെപ്പോസിറ്റ് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്ക് മതി ഡോളർ. വാട്ട് ഹാപ്പൻസ്? ഈ കുട്ടിക്ക് 70 രൂപയ്ക്ക് ഇപ്പോൾ ഡോളർ എൻ്റെ ആവശ്യത്തിലധികം ഇരിപ്പുണ്ട് നമ്മുടെ രാജ്യത്ത്. ഓക്കെ, സോ ഇപ്പോൾ 60 രൂപ എനിക്ക് ഈ കുട്ടി പറയണേ 70 രൂപയ്ക്ക് വേണ്ട, 65 രൂപയ്ക്കാണ് ഞാൻ എടുത്തോളാം. ഓക്കെ, കൊടുത്തല്ലേ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ദെയർ. ഓക്കെ, ക്ലിയർ ആയോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ എക്കണോമി കേട്ടോ. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതാ രണ്ടാമത് വരുമ്പോൾ എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തേക്ക് അത് പറയാം. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എന്താ ഗുണം? കൂടുതൽ ഡോളേഴ്സ് വരുമല്ലേ നമ്മുടെ രാജ്യത്തേക്ക്. അപ്പം ഇപ്പോൾ ഇവർ രണ്ടുപേർക്കും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ. ആദ്യം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഒരെണ്ണമല്ലേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ കുട്ടി എൻ്റെ രാജ്യത്തേക്ക് വന്നു. ഡൺ, ക്ലിയർ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ there is a capital flight from India because FedEx, like US-ലെ ഫെഡറൽ റിസർവ് എന്ത് ചെയ്തു? they reduced, എന്ത് ചെയ്തു? അവരുടെ നോംസ് അവരെന്ത് ചെയ്തു? ലൂസ് ചെയ്തു. ടൈറ്റൻ ചെയ്യാതെ ലൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് വിൽ ഗോ there. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഫ്രം അവർ കൺട്രി ആൻഡ് ഓൾസോ അവർ ഇമ്പോർട്ട് ഇസ് ഓൾസോ മോർ റിലേറ്റഡ് ടു വാട്ട്? ഓയിലൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വി നീഡ് ഡോളർ. ഓക്കെ, ഇനി നിങ്ങൾ എക്കണോമിക്സിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജ് ഹിയർ എക്കണോമിക്സ് ഓപ്ഷനിൽ എക്കണോമിക്സിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സോ ഡോളർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. പക്ഷേ ഇഫ് യു ടേക്ക് അതർ കറൻസി, അപ്പോൾ റിയർ നിയർ ഒക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാണ് കേട്ടോ. ഓക്കെ, റിയർ ഈസ് വാട്ട്? റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് മീൻസ് ഡോളർ ആകുമ്പോൾ നമ്മൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഡോളറിനെ മാത്രം. പക്ഷേ ഇൻ റിയർ ആൻഡ് നിയർ വാട്ട് യു ആർ ടേക്കിംഗ് ദ എൻറ്റയർ ബാസ്ക്കറ്റ് ഓഫ് കറൻസി. അപ്പം നമ്മൾ അത്ര വലിയ പ്രശ്നത്തിലൊന്നും അല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതൊക്കെ കുറച്ച് നല്ല കോൺസെപ്റ്റ് ആണ്. സോ സെക്കൻഡ് വൺ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇൻ ജനറൽ അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് ആസ് ഇൻകം ഓഫ് എ കൺട്രി ഇൻക്രീസസ്. ക്യാൻ എനിവൺ ടെൽ മീ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകം കൂടുമ്പോൾ എന്തുകൊണ്ടാണ് അപ്രിസിയേഷൻ ഉണ്ടാകുന്നതെന്ന് അറിയോ? ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇൻകം കൂടി, അപ്പോൾ നമ്മളുടെ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് എക്കണോമിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വന്നാൽ വി നീഡ് ടു ഇമ്പോർട്ട്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യുമോ അപ്രിഷിയേറ്റ് ചെയ്യുമോ? ഡിപ്രിഷിയേറ്റ്. സോ യുവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? എ. സെക്കൻഡ് ഈസ് റോങ്. ക്ലിയർ ആയല്ലോ? എക്കണോമിക്സ് കോൺസെപ്റ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻകം മാത്രം, ഇപ്പം നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുന്നുണ്ടെന്ന് വെച്ചോ, ഇൻകം കൂടിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നില്ല,
ഡിപ്രിസിയേഷൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. പ്രൊഡക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. 10 പ്രൊഡക്റ്റേ നമ്മുടെ രാജ്യത്തുള്ളൂ. ഓക്കെ, നമ്മൾ 11 ആക്കുന്നില്ല. സ്പെൻഡിങ് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇൻകം കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിക്കരുത്. ഇൻകം കൂടുമ്പോഴത്തേക്ക് യുവർ സ്പെൻഡിങ് ഈസ് ദെയർ. ഓക്കെ, അത് ചെയ്യരുത്. അപ്പോൾ പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ റിലവൻസ് ഇല്ല. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇൻകം കൂടുമ്പോൾ യു ഹാവ് ടു സ്പെൻഡ്, യു മസ്റ്റ് സ്പെൻഡ്. അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈക്ക് യു ആർ നോട്ട് കൺട്രി ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് എനിത്തിങ് മോർ. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊക്കെയാണ്. ഓക്കെ, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. GDP നാഷണൽ ഇൻകം ചാപ്റ്റർ അവിടെ എഴുതി വെക്കുക. അറിയത്തില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി പഠിക്കുക. GDP FC, GDP MP പഠിക്കണം. വാട്ട് ഈസ് നാഷണൽ ഇൻകം, വാട്ട് ഈസ് പേഴ്സണൽ ഇൻകം, വാട്ട് ഈസ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. സോ ദിസ് ടേംസ് ഷുഡ് ബി വെരി ക്ലിയർ ടു യു. ഓൾ റൈറ്റ്. വാട്ട് ഈസ് പ്രൊഡക്റ്റ് ടാക്സ്, വാട്ട് ഈസ് പ്രൊഡക്ഷൻ ടാക്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. പറഞ്ഞു തരാനുള്ള സമയം എനിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് 1 മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ പോകേണ്ടി വരും. ബട്ട് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇഫ് യു ലവ് ഇറ്റ്. കാരണം നല്ല രസമല്ലേ. ആദ്യമേ നമ്മൾ GDP FC, അതിനകത്ത് നമ്മളിങ്ങനെ കുറേ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടി, പ്രൊഡക്ഷൻ സബ്സിഡി കുറേ ഇങ്ങനെ പോകുമ്പോൾ MP കിട്ടും. മാർക്കറ്റിൽ വരുമ്പോൾ യു ഹാവ് ടു പേ ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്. ഫാക്ടറിയിലാകുമ്പോൾ യു ഡോണ്ട് നീഡ് ടു പേ ഇൻഡയറക്റ്റ് ടാക്സ്. ഓൾ റൈറ്റ്, ശരി. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഇതിനകത്ത് എന്താ സംഭവം, വാട്ട് ഈസ് യുവർ ആൻസർ? GDP MB വേണമെങ്കിൽ വാട്ട് യു മീൻ ബൈ ദിസ് കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ? എനിവൺ ടെൽ മീ. Consumption of fixed capital means what? Depreciation. അല്ലേ? നമ്മളുടെ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മെഷീൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ മെഷീൻ ഈസ് എ ഫിക്സഡ് ക്യാപിറ്റൽ. സോ യു ആർ കൺസ്യൂമിങ് ഇറ്റ്. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ്സ് വാല്യൂ വിൽ ഡിക്രീസ്. ബട്ട് ഇൻ GDP ആർ യു ടേക്കിംഗ് ദാറ്റ്? നോ. ബട്ട് NDP ലോ യു ആർ ടേക്കിംഗ് ദാറ്റ്. ക്ലിയർ ആയോ? അപ്പം except option number 2, all other will be your answer. 1, 3, 4, 5. All right. So your answer is C. Tell me. So very important. Next you write there. Deficit. Types of deficit. You have fiscal deficit. You have revenue deficit. You have primary deficit. You have effective revenue deficit. All right. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പഠിച്ചിട്ടില്ല ഇനി പഠിപ്പിക്കും നിങ്ങളെ. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബിക്കോസ് ഫ്രം ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ് യു ആർ എക്സ്ക്ലൂഡിങ് ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഫോർ ദ ലോൺസ്. യു വിൽ ഗെറ്റ് പ്രൈമറി ഡെഫിസിറ്റ്. ദെൻ വാട്ട് ഈസ് ERD? യു ആർ റെഡ്യൂസിങ് ഓർ യു ആർ എക്സ്ക്ലൂഡിങ് ദ ഗ്രാൻഡ് ഗിവൺ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇതൊക്കെ പഠിക്കുക, ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല. ഇറ്റ്സ് എ ബെറ്റർ മെഷർ ഓഫ്, ഓക്കെ ഗുഡ് അല്ലേ? എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ അല്ലേ? പക്ഷേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, can anyone tell me what is a mistake in second statement? It is talking about primary deficit, not effective. ERD means what? Grant to the state government is decreased. Okay, so second is wrong. C is the answer. അവിടെ ഒന്നും അപ്രോച്ചസ് ഒന്നും ഇല്ല. നോ അപ്രോച്ചസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഇത് എക്കണോമിയിലെ പ്യുവർ കോൺസെപ്റ്റ് ആണ്. ഇഫ് ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് കോൺസെപ്റ്റ്, വിച്ച് മീൻസ് വാട്ട്? യുവർ നോളജ് ഇൻ എക്കണോമിക് കോൺസെപ്റ്റ് ഈസ് പോർ. അതിപ്പോൾ പോരായത് ഒരു പ്രശ്നമല്ല, അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷമാണ് നിങ്ങൾക്ക് മുഖത്തുണ്ടാവേണ്ടത്. തെറ്റിയിട്ടുണ്ടെങ്കിൽ പോയിരുന്ന് പഠിക്കുക. ഓക്കെ, മാർച്ച് 31 ഇത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാനുള്ള അവസരം ഞാൻ തരാം. ഓക്കെ, കുഴപ്പമില്ല. ഈ ടെൻഷൻ അടിക്കുന്ന ഒരു രസമുള്ള പരിപാടി, അതറിയാമോ? ഈ പലതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ടെൻഷൻ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ടെൻഷൻ. ഓക്കെ, സോ വാട്ട് ഐ ആം സെയിങ്, ഇപ്പോൾ ഇത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. കംപ്ലീറ്റ്ലി അക്സെപ്റ്റ്, പ്ലീസ് അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു വലിയ മടി. അത് നിങ്ങളുടെ മാത്രമല്ല, പൊതുവേ ഹ്യൂമൻ്റെ ഒരു നേച്ചറാണത്. നമ്മളാണ് ശരിയെന്നാണ് നമ്മൾ എപ്പോഴും കരുതുന്നത്. അല്ല, നമ്മളും തെറ്റാം. നമുക്കും അറിയാത്ത കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ ഒരു ബോധം വേണം. അത് ഇവിടുന്ന് മനസ്സിലാക്കുക, വീട്ടിൽ പോയി പഠിക്കുക. ഇത്രയും പറഞ്ഞത് എന്തിനാ കൺവിൻസ് ചെയ്യുന്നതെന്ന് അറിയാമോ? പോയിരുന്ന് പഠിക്കാൻ. ഓക്കെ, അല്ലാതെ എനിക്ക് തെറ്റിയല്ലോ, എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് കളഞ്ഞേക്കല്ലേ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പോഴെങ്ങ്. യു ഹാവ് ഇനഫ് ടൈം. എയ്തർ യു മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ, this question I felt more interesting. Can anyone tell me why? ഒന്നുമില്ല.
സെൻട്രൽ ബാങ്ക് ഈസ് കൺസിഡേർഡ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. യെസ്, ശരിയല്ലേ? സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് ദ ബാങ്കർ ടു ബോത്ത്, അതും ശരിയല്ലേ? ഓക്കെ. വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻ നീഡ് ഓഫ് മോർ ഫണ്ട് സെൻട്രൽ ബാങ്ക് കംസ് ടു റെസ്ക്യൂ, അതും ശരിയല്ലേ? അതെ. അടുത്തത് തെറ്റല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ബാങ്ക് അക്കൗണ്ട് RBI ആണെന്ന്? ഇല്ല. അപ്പൊ 4 എന്തായാലും വെട്ടി ദൂരെ കളയുക. നൗ ഇനി ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് ഈ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ? ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗവൺമെന്റ്. ഓക്കെ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അവരെ സഹായിക്കാൻ ആരുണ്ട്? RBI ഉണ്ട്. അതുകൊണ്ടാണ് RBI ബാങ്കർ ടു ദ ഗവൺമെന്റ് ആവുന്ന എപ്പോഴാ? RBI സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അക്കൗണ്ട്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? RBI, except one state. Can anyone tell me which is that state? സിക്കിം ആണോ? അറിയാവോ? കമന്റ് ഒന്ന് ഗൂഗിൾ ചെയ്തേ. നോക്ക്. ഇങ്ങനെയല്ലേ പുതിയ അറിവുകൾ കിട്ടുക. ഇങ്ങനെ അടിച്ചോടൂ. വിച്ച് സ്റ്റേറ്റ് RBI, വിച്ച് സ്റ്റേറ്റ് അക്കൗണ്ട് ഈസ് നോട്ട് RBI? സിക്കിം. കണ്ട പുതിയ അറിവല്ലേ? ഓക്കെ. ടീക്കേ, അതിന്റെ റീസൺ താഴെ ഉണ്ട്, വായിച്ചു നോക്ക്. ആക്ച്വലി ദർ ആർ സം എഗ്രിമെന്റ്. ഓക്കെ, ഏതൊരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, എൻ്റെ പേരെന്താ? കിട്ടിയില്ലേ? അത് തന്നെ, ഏതോ ഒരു സെക്ഷൻ. അത് സ്റ്റേറ്റിന്റെ ഇഷ്ടമാണ്. ഓക്കെ, ഫൈൻ. ക്ലിയർ ആയോ? അപ്പം ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയോ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താ? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 2ഉം എന്താണ് പറയാ? എന്താണ് അതിന്റെ ആൻസർ കറക്റ്റ് വരുന്നത്? ബി. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആർ കറക്റ്റ്. അത് സംശയമില്ല. 4 തെറ്റാ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. യെസ്, ഇത് സ്റ്റേറ്റ്മെന്റ് 3 ആണ് സ്റ്റേറ്റ്മെന്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചില ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്തെടുത്തിട്ടുണ്ടാവും? ഡി എടുത്തിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, മനസ്സിലാക്കുക. ലെൻഡർ ടു ദ ലാസ്റ്റ് റിസോർട്ട് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ഗവൺമെന്റ്. ഓക്കെ, അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ RBI ഹെൽപ്പ് ചെയ്യും. ഓക്കെ.